സൽമാന്റെ വാഹനം കസ്റ്റംസ് വിട്ടു നൽകും. ലാൻഡ് റോവർ ഡിഫൻഡർ ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വിട്ടു നൽകുക. അന്വേഷണ പരിധിയിലുള്ള വാഹനമായതിനാൽ നിബന്ധനകൾ ഏർപ്പെടുത്തും. കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടേതാണ് തീരുമാനം. ദുൽഖറിന്റെ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി കസ്റ്റംസിനോട് നിർദ്ദേശിച്ചിരുന്നു. എസ് ശരൺ, ശരൺ, ബിഗ് ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. അങ്ങനെ ദുൽഖറിന് ഡിഫൻഡർ തിരിച്ചു കിട്ടും. ദുൽഖറിന്റെ ഡിഫൻസ് വിജയിച്ചു അല്ലേ ശരൺ? പക്ഷേ ബാങ്ക് ഗ്യാരണ്ടിയിലാണെന്ന് മാത്രം. ഗുഡ് മോർണിംഗ് ശരൺ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും ആ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് കസ്റ്റംസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് നേരത്തെ 3 വാഹനങ്ങൾ, ദുൽഖർ സൽമാന്റെ ഈ ലാൻഡ് റോവർ ഡിഫൻഡർ അടക്കം 3 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത്. അതിൽ ഈ ഡിഫൻഡർ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് കസ്റ്റംസിനോട് ഈ ദുൽഖർ സൽമാന്റെ അപേക്ഷ പരിഗണിക്കാനായിരുന്നു. പരിഗണിച്ച് 7 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് പ്രകാരമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദുൽഖർ സൽമാൻ ഈ അപേക്ഷ നൽകിയിരുന്നത്. അഭിഭാഷകൻ മുഖേന അപേക്ഷ നൽകിയപ്പോൾ തന്നെ ചില രേഖകൾ